ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ MSc കെമിസ്ട്രിയിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ പോർഷൻസ് ഒരു വീഡിയോ സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ തന്നെയുള്ള ഇറിവേഴ്സിബിൾ തെർമോഡൈനാമിക്സ് എന്ന മൊഡ്യൂളിനെ കുറിച്ചാണ്. അപ്പോൾ ഇറിവേഴ്സിബിൾ തെർമോഡൈനാമിക്സ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളൊരു ടോപ്പിക്കൊന്നുമല്ല, പക്ഷേ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരു പുതിയ ടോപ്പിക്കാണ്, ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ചെറിയൊരു മൊഡ്യൂളാണ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമുക്ക് റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും ഒക്കെ അറിയായിരിക്കും അല്ലേ? റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു പ്രോസസ്സിനെ, ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിനെ നമുക്ക് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലോട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താ പറയുക, റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയാം. ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഒരു പ്രോസസ്സിനെ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരാൻ കഴിയാത്ത പ്രോസസ്സുകളെ നമുക്ക് ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയാൻ പറ്റും. പിന്നെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു എൻട്രോപ്പി അല്ലേ? എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഡിസോർഡർനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റർബൻസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എൻട്രോപ്പി എന്ന് പറയുന്നത്. ഈ എൻട്രോപ്പിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത് എസ് എന്ന ലെറ്റർ വെച്ചിട്ടായിരുന്നു അല്ലേ? എസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, Q/T ആയിരുന്നു. ഇതൊക്കെ നമുക്ക് മുന്നേ അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി എൻട്രോപ്പി പ്രൊഡക്ഷൻ എന്താണെന്നാണ് പറയുന്നത്. ഒരു റിവേഴ്സിബിൾ പ്രോസസ്സിൽ ഒരു സിസ്റ്റത്തിന് ഉണ്ടാകുന്ന എൻട്രോപ്പി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന എൻട്രോപ്പി ചേഞ്ച് എന്ത് കാരണമായിട്ടായിരിക്കും? ഒരു സിസ്റ്റത്തിന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എൻട്രോപ്പിയിൽ ഒരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണലി എന്തെങ്കിലും ഒരു ഹീറ്റോ ടെമ്പറേച്ചർ ചേഞ്ചോ എന്തെങ്കിലും ഒന്ന് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ? അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി കൊടുക്കുന്ന ഒരു എൻട്രോപ്പി ചേഞ്ച് കാരണമാണ് അവിടെ ഒരു സിസ്റ്റത്തിൽ ഒരു എൻട്രോപ്പി ചേഞ്ച് പ്രൊഡ്യൂസ് ആവുന്നത്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, DS = DES എന്ന് എഴുതാം അല്ലേ? DES എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എൻട്രോപ്പി ചേഞ്ച് ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ഓഫ് ദ സിസ്റ്റം വിത്ത് the surrounding. സറൗണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ കാരണം ഉണ്ടാവുന്ന ഒരു എൻട്രോപ്പി ചേഞ്ചിനെയാണ് നമ്മൾ DES കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സാണെങ്കിൽ അവിടെയും എന്തുണ്ടായിരിക്കും, നമ്മൾ എൻട്രോപ്പി ചേഞ്ചിന് കാരണമായിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ? പ്ലസ് അവിടെ ഒരു ഇൻറ്റേർണൽ എൻട്രോപ്പി ചേഞ്ചും കൂടെ ഉണ്ടായിരിക്കും. അത് കാരണമാണ് നമ്മളെ ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ ഒരു എൻട്രോപ്പി ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, ഈ ഒരു DIS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, എൻട്രോപ്പി ചേഞ്ച് ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ഓഫ് ദ സിസ്റ്റം വിത്ത് ഇൻറ്റേർണൽ ഇൻട്രാക്ഷൻ ആയിരിക്കും. നേരത്തേത് എക്സ്റ്റേണൽ ഇൻട്രാക്ഷൻ ആണെങ്കിൽ DIS എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ഇൻട്രാക്ഷൻ കാരണം ഉണ്ടാവുന്ന ഒരു എൻട്രോപ്പി ചേഞ്ചാണ്. ഓക്കെ, അപ്പോൾ ഈ DISനെ തന്നെയാണ് നമ്മൾ ഈ ഒരു എൻട്രോപ്പി പ്രൊഡക്ഷൻ എന്നും പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ക്ലോസ്ഡ് സിസ്റ്റത്തിലും ഓപ്പൺ സിസ്റ്റത്തിലും എൻട്രോപ്പി പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡെറിവേഷനിലൂടെ കണ്ടെത്താവുന്നതാണ്. അപ്പോൾ നമുക്കത് ഒന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എൻട്രോപ്പി പ്രൊഡക്ഷനിനെ ക്ലോസ്ഡ് സിസ്റ്റം നോക്കാം. നമ്മളൊരു ക്ലോസ്ഡ് സിസ്റ്റം കൺസിഡർ ചെയ്യുകയാണ്. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, എക്സ്റ്റേണൽ അല്ലെങ്കിൽ അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും, മാറ്റർ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കില്ല അല്ലേ? പുറത്ത് നിന്ന് ഉള്ളിലേക്ക് ഹീറ്റിന് എൻ്റർ ചെയ്യാൻ പറ്റും, ഉള്ളിൽ നിന്ന് പുറത്തോട്ടും ഹീറ്റിന് എൻ്റർ ചെയ്യാൻ പറ്റും, പക്ഷേ അവിടെ ഒരു മാറ്റർ ചേഞ്ച് ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ക്ലോസ്ഡ് സിസ്റ്റം കൺസിഡർ ചെയ്തു, അതിനെ നമ്മൾ 2 ഫേസാക്കി മാറ്റുകയാണ്. ഒരു ബാരിയർ കൊടുത്തിട്ട് അതിനെ 2 പാർട്ടാക്കി മാറ്റുകയാണ്, ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും. ഇനി ഫസ്റ്റ് ഫേസിൻ്റെ ടെമ്പറേച്ചർ T1 ആയും കൺസിഡർ ചെയ്തു, സെക്കൻഡ് ഫേസിൻ്റെ ടെമ്പറേച്ചർ T2 ആയും കൺസിഡർ ചെയ്തു. ഫസ്റ്റ് ഫേസിൻ്റെ ടെമ്പറേച്ചർ T2നേക്കാൾ ചെറുതാണ്, അല്ലെങ്കിൽ T2ലെ ടെമ്പറേച്ചർ കൂടുതലാണ്. ഓക്കെ, അത് നമ്മൾ അസ്യൂം ചെയ്യുന്നൊരു കണ്ടീഷനാണ്. ഇനി ഇവിടെ എന്ത് സംഭവിക്കും, പുറത്ത് നിന്ന് ഒരു ഹീറ്റ് ഉള്ളിലേക്ക് കയറും
അല്ലേ? അപ്പോൾ അതിന് നമുക്ക് എന്ത് കൊടുക്കുക? DEQ1 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ സെക്കൻഡ് ഫേസിലോട്ടും ആര് വരുന്നുണ്ടാവും? ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. അതിനെ നമുക്ക് DEQ2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു സെക്കൻഡ് ഫേസിലുള്ള ടെമ്പറേച്ചർ കൂടുതലാണ്, ഫസ്റ്റ് ഫേസിലുള്ള ടെമ്പറേച്ചർ കുറവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവുക? ടെമ്പറേച്ചർ കൂടിയ ഭാഗത്ത് നിന്നും ടെമ്പറേച്ചർ കുറഞ്ഞ ഭാഗത്തോട്ട് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ടാവും അല്ലേ? അതിന് നമുക്ക് എന്ത് കൊടുക്കാം? DIQ എന്ന് കൊടുക്കാം. കാരണം ഇൻറ്റേർണലി നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ അല്ലേ, സോ നമുക്കതിനെ DIQ എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ഫേസിൻ്റെ എൻട്രോപ്പി ചേഞ്ച് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ഫേസിൻ്റെ എൻട്രോപ്പി ചേഞ്ച് ഫോർ ഫസ്റ്റ് ഫേസ് എങ്ങനെ എഴുതാൻ പറ്റും? DS ഈക്വൽ ടു, ഇവിടെ ഫസ്റ്റ് ഫേസിലോട്ട് നോക്കുക, ആരൊക്കെ ഉണ്ട് നോക്കുക. ഫസ്റ്റ് ഫേസിൽ ഒരു DEQ1 കാണുന്നുണ്ട് അല്ലേ? പുറത്തുനിന്ന് വന്നിട്ടുള്ള ടെമ്പറേച്ചർ ഹീറ്റ് ചേഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു T2ൽ നിന്ന് വന്നിട്ടുള്ള ഹീറ്റ് ഉണ്ട്. അപ്പോൾ DIQ1 ഡിവൈഡഡ് ബൈ T1 എന്ന് കൊടുക്കാം. ഫസ്റ്റ് ഫേസിൻ്റെ ടെമ്പറേച്ചർ T1 ആയിരുന്നു. ഇത് ഈ Q/T ഫോമിൽ എഴുതാൻ കാരണം എന്താ? S ഈക്വൽ ടു Q/T ആയിരുന്നു. അതുകൊണ്ടാണ് DEQ/T1 എന്ന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് ഫേസിൻ്റെ കേസിലുള്ള എൻട്രോപ്പി ചേഞ്ച് S2 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? DEQ2 ആയിരുന്നു അല്ലേ? സെക്കൻഡ് ഫേസിലോട്ട് വന്നിട്ടുള്ള ഹീറ്റ് എന്തായിരുന്നു? DEQ2 ആയിരുന്നു. മൈനസ്, കാരണം എന്താ? ഇവിടെ ഹീറ്റ് പുറത്തേക്ക് പോവുക ചെയ്തിട്ടുള്ളത്. T2 ഈ ഒരു സെക്കൻഡ് ഫേസിൽ നിന്ന് ഫസ്റ്റ് ഫേസിലോട്ട് ടെമ്പറേച്ചർ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്ത് കൊടുക്കാം? DIQ എന്ന് കൊടുക്കാം. മൈനസ് DIQ എന്ന് കൊടുക്കാം ഡിവൈഡഡ് ബൈ T2. ഇനി ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ DS1ഉം DS2ഉം തമ്മിൽ ആഡ് ചെയ്താൽ പോരെ. സോ നമുക്ക് എന്ത് കൊടുക്കാം? DS1 പ്ലസ് DS2 വിച്ച് ഈസ് ഈക്വൽ ടു DS ഈക്വൽ ടു, ഇത് DS1 ആണേ, എന്തെഴുതാൻ പറ്റും? ഈ രണ്ട് ഇക്വേഷൻസും നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ DIQ1 ബൈ T1 പ്ലസ് DEQ2 മൈനസ് DIQ ഡിവൈഡഡ് ബൈ T2 എന്ന് എഴുതാം. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനെ ഒന്ന് സ്പ്ലിറ്റ് എഴുതാണ്. അതായത് DEQ1 പ്ലസ് DIQ1 ബൈ T1നെ നമുക്ക് ആ ഒരു ഡിനോമിനേറ്ററിനെ രണ്ടിനും കൂടെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിക്കൂടെ? എങ്ങനെ കൊടുക്കുക? DEQ1 ഡിവൈഡഡ് ബൈ T1 പ്ലസ് DIQ1 ഡിവൈഡഡ് ബൈ T1 എന്ന് എഴുതിക്കൂടെ? അതുപോലെ തന്നെ അടുത്ത ആളെ നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? DEQ2 ഡിവൈഡഡ് ബൈ T2 മൈനസ് DIQ ഡിവൈഡഡ് ബൈ T2 എന്ന് എഴുതിക്കൂടെ? യെസ്, അങ്ങനെ എഴുതാൻ പറ്റും. ഇനി സിമ്പിൾ മാത്തമാറ്റിക്സ് തന്നെ വരുന്നത്, കുറച്ച് റീഅറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യുകയാണ്. അതായത് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ടേംസിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അതായത് DE ഫോമിൽ വരുന്ന ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ DEQ1 ഡിവൈഡഡ് ബൈ T1 പ്ലസ് DEQ2 ഡിവൈഡഡ് ബൈ T1 മൈനസ്, ഇനി DI വരുന്ന ആൾക്കാരെ ഒരുമിച്ച് എഴുതുക. അപ്പോൾ DIQ ഡിവൈഡഡ് ബൈ T1, സോറി ഇത് T2 ആണ്, DIQ ബൈ T1 മൈനസ് DIQ ബൈ T2 എന്നെഴുതാൻ പറ്റും അല്ലേ? ഇനി ഇവിടെ ഈ DIQനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അതുപോലെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ എഴുതാം. DEQ2 ബൈ T2 പ്ലസ് DIQനെ പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ എഴുതിക്കൂടെ? 1 ബൈ T1 മൈനസ് 1 ബൈ T2 എന്ന് എഴുതിക്കൂടെ? എഴുതാൻ പറ്റും അല്ലേ? ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനെ നമ്മൾ നേരത്തെ എൻട്രോപ്പി പ്രൊഡക്ഷൻ പറഞ്ഞ സമയത്ത് ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. DS ഈക്വൽ ടു എന്തായിരുന്നു? ഒരു ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ എൻട്രോപ്പി ചേഞ്ചിന് ആരൊക്കെ കാരണമാവാറുണ്ട്? DESഉം DISഉം കാരണമാവാറുണ്ട് അല്ലേ? ഒരു എക്സ്റ്റേണൽ എൻട്രോപ്പി ചേഞ്ചും ഒരു ഇൻറ്റേർണൽ എൻട്രോപ്പി ചേഞ്ചും കാരണമാവാറുണ്ട്.
അപ്പോൾ ഈ ഒരു ഇക്വേഷന് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ഇക്വേഷനെ നമ്മുടെ ജനറൽ ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ ഇതെല്ലാം DES ഫോമിൽ കിടക്കുന്ന ആൾക്കാരല്ലേ. DEQ/T1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? DEQ/T എന്ന് പറഞ്ഞാൽ DES ആണ് അല്ലേ. ഇനി DIQ/T എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? DIS ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? DIS = ഈ ഒരു ടേം വരും അല്ലേ. DIQ/1/T1 - 1/T2 എന്ന് എഴുതാൻ പറ്റും ആണല്ലോ. ഇനി നമുക്ക് ഇതിനെ ഈ DT കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? DIS/DT ആണ്, ടെമ്പറേച്ചർ ആണ്, ഈക്വൽ ടു റൈറ്റ് സൈഡിലും നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ DIQ/DT × 1/T1 - 1/T2 എന്ന് എഴുതാൻ പറ്റും. ഈ ഒരു DIS/DTനെ നമുക്ക് എന്ത് വിളിക്കാം? റേറ്റ് ഓഫ് എൻട്രോപ്പി പ്രൊഡക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ റേറ്റ് ഓഫ് എൻട്രോപ്പി പ്രൊഡക്ഷൻ. ഇപ്പോൾ റേറ്റ് ഓഫ് എൻട്രോപ്പി പ്രൊഡക്ഷനുള്ള ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? DIQ/DT × 1/T1 - 1/T2 എന്ന് കിട്ടി. ഈ റേറ്റ് ഓഫ് എൻട്രോപ്പി പ്രൊഡക്ഷനെ നമുക്ക് തീറ്റ എന്ന ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതിക്കൂടെ? തീറ്റ = എന്ത് വരും? DIQ/DT × 1/T1 - 1/T2 എന്ന് എഴുതാൻ പറ്റും. ഈ 1/T1 - 1/T2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലേ, ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആണെന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ ഹീറ്റ് ട്രാൻസ്പോർട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്പോർട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് വേണം അല്ലേ. അപ്പോൾ ഈ ഒരു DIQ/DTനെ നമുക്ക് എന്ത് പറയാം? റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്പോർട്ടാണ് എന്ന് പറയാം അല്ലേ. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്പോർട്ടാണ്. ഈ റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്പോർട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് വേണം. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഫ്ലെക്സ് എന്ന് പറയാം. ഈ ഒരു കാരണത്തിനെ, ആ ഒരു റീസണെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫോഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? തീറ്റ = ഫ്ലെക്സ് × ഫോഴ്സ് എന്ന് എഴുതിക്കൂടെ? എഴുതാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എൻട്രോപ്പി പ്രൊഡക്ഷൻ ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എൻട്രോപ്പി പ്രൊഡക്ഷൻ ഇൻ ആൻ ഓപ്പൺ സിസ്റ്റം നോക്കാം. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു സിസ്റ്റം തന്നെയാണ്, നേരത്തെ പോലെ തന്നെയാണ്. ഫേസ് 1 എന്നും അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ് 1ഉം ഫേസ് 2ഉം. ഇതിലുള്ള ഈ ഒരു ബൗണ്ടറി വാൾ എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് ആണ്. പക്ഷേ ഈ ഫേസ് 1ഉം ഫേസ് 2ഉം തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വാൾ മാത്രമാണ് ഓപ്പൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാതും ഓപ്പൺ ആയിട്ടുള്ളതല്ല. ആ ഒരു ഹോൾ സിസ്റ്റത്തിൻ്റെ ബൗണ്ടറി ക്ലോസ്ഡ് ആണ്. പക്ഷേ രണ്ട് ഫേസസ് തമ്മിലുള്ള ബൗണ്ടറി ഓപ്പൺ ആണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ഫസ്റ്റ് ഫേസിലുള്ള ടെമ്പറേച്ചർ T1 ആയും സെക്കൻഡ് ഫേസിലുള്ള ടെമ്പറേച്ചർ T2 ആയും കൺസിഡർ ചെയ്യുകയാണ്. T1 T2നേക്കാൾ ചെറിയൊരു ടെമ്പറേച്ചറാണ്. സോ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പുറത്തുനിന്ന് എന്ത് ചെയ്യും? ഉള്ളിലേക്ക് ഫസ്റ്റ് ഫേസിലോട്ട് വരുന്ന ഹീറ്റിനെ നമുക്ക് DEQ1 ആയും സെക്കൻഡ് ഫേസിലോട്ട് വരുന്ന ഹീറ്റിനെ നമുക്ക് DEQ2 ആയും കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ അവിടെ എന്തുണ്ടാവും? ഇൻറ്റേർണലി ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും ഓപ്പൺ ആയതുകൊണ്ട് തന്നെ. അതോടൊപ്പം തന്നെ അവിടെ ഒരു മാറ്റർ ഫ്ലോയും ഉണ്ടായിരിക്കും. നമ്മൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഹീറ്റ് ഫ്ലോ പ്ലസ് മാറ്റർ ഫ്ലോ ആണ് ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യൂക്ക് പകരം ഹീറ്റ് ഫ്ലോയും മാറ്റർ ഫ്ലോയും ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനെ ഒരു 5 എന്ന ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യാം.
ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഗിബ്സ് എനർജി അല്ലെങ്കിൽ ഗിബ്സ് ഇക്വേഷൻ അല്ലേ. ഗിബ്സ് ഇക്വേഷൻ എന്തായിരുന്നു? ഡി ഇ ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി ആയിരുന്നു അല്ലേ. പ്ലസ് ഇവിടെ ഒരു മാറ്റർ ട്രാൻസ്ഫറും കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? സമ്മേഷൻ ഓഫ് ഐ എൻ ഐ ഡി എൻ ഐ എന്ന് കൊടുക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഗിബ്സ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? ക്യൂ മൈനസ് പി ഡെൽറ്റ വി ആയിരുന്നു അല്ലേ. അപ്പോൾ ഡി ഇ ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡി ക്യൂ മൈനസ് പി ഡി വി എന്നെഴുതാം. ഓക്കെ, ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇവിടെ അതിൻ്റെ എൽ എച്ച് എസുകൾ ഈക്വൽ അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം? ആർ എച്ച് എസുകൾ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡി ക്യൂ ഈക്വൽ ടു ഡി ക്യൂ മൈനസ് പി ഡി വി ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? ടി ഡി എസ് മൈനസ് പി ഡി വി പ്ലസ് സമ്മേഷൻ ഓഫ് ഐ ഇൻറ്റു എൻ ഐ ഡി എൻ ഐ എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി രണ്ട് സൈഡിലും കോമൺ ആയിട്ട് പി ഡി വി വരുന്നുണ്ട്. സോ നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. ബാക്കി എന്ത് വരും? ഡി ക്യൂ ഈക്വൽ ടു ടി ഡി എസ് പ്ലസ് സമ്മേഷൻ ഓഫ് ഐ എൻ ഐ ഡി എൻ ഐ എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി ഇവിടെ നോക്കുക, നമുക്ക് ഡി എസ് ഫോർമുല വേണ്ടത്. അപ്പോൾ ഡി എസിന് ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരൊക്കെ റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ ഡി എസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഡി ക്യൂ മൈനസ് ഡി ക്യൂവിൻ്റെ അടുത്തോട്ട് ഈ സമ്മേഷൻ ഓഫ് എൻ ഐ ഡി എൻ ഐനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡി ക്യൂ മൈനസ് സമ്മേഷൻ ഓഫ് എൻ ഐ ഡി എൻ ഐ എന്ന് വരും, ഡിവൈഡഡ് ബൈ ടി എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ഫേസിലുള്ള എൻട്രോപ്പി ചേഞ്ചിനുള്ള ഇക്വേഷൻ ഈ ഒരു ഫോർമാറ്റിൽ എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഫേസിലുള്ള എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എസ് 1 ഈക്വൽ ടു നമുക്ക് എന്തെഴുതാം? എച്ച് ഇവിടെ ഉണ്ടായിട്ടുള്ള എൻട്രോപ്പി ചേഞ്ചസ് ആരൊക്കെയായിരുന്നു? എൻട്രോപ്പി ചേഞ്ചസിനുള്ള കാരണക്കാരൊക്കെയായിരുന്നു? ഈ ഡി ഇ ക്യൂ 1 ഉണ്ടായിരുന്നു അല്ലേ. ഡി ഇ ക്യൂ 1 പ്ലസ് നേരത്തെ എഴുതിയതുപോലെ തന്നെ ഇവിടെ ഡി ഐ 5 ഉണ്ടായിരുന്നു അല്ലേ. ആ ഒരു മാറ്റർ ചേഞ്ചും അതുപോലെ തന്നെ ഹീറ്റ് ചേഞ്ചും കൂടെ വന്നതുകൊണ്ട് ഡി ഐ 5 എന്ന് എഴുതാം. ഇനി ഹോൾ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കൊടുക്കാം? ഫസ്റ്റ് ഫേസിലുള്ള ടെമ്പറേച്ചർ T1 ആയിരുന്നു, അപ്പോൾ T1 എന്ന് കൊടുക്കാം. ഇനി ഇവിടെ ഇക്വേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. ഡി എസിനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഡി ക്യൂ മൈനസ് സമ്മേഷൻ ഓഫ് എൻ ഐ ഡി എൻ ഐ ആയിരുന്നു. സോ നമുക്ക് അതും കൂടെ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ സമ്മേഷൻ ഓഫ് എൻ ഐ ഡി എൻ ഐ എന്നെഴുതാം. ഇതിലും ഹോൾ ഡിവൈഡഡ് ബൈ ടി എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, ഇനി ഡി എസ് ടുവിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ സെക്കൻഡ് ഫേസിലോട്ട് വന്നിട്ടുള്ള ഡി ഇ ക്യൂ 2 ആണ്, മൈനസ് അവിടെ നിന്ന് ഹീറ്റും മാറ്ററും T1 പോവുക ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഡി ഐ 5 മൈനസ് സമ്മേഷൻ ഓഫ് ഐ എൻ ഐ ഡി എൻ ഐ എന്ന് വരും, ഹോൾ ഡിവൈഡഡ് ബൈ T2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് ടോട്ടൽ എൻട്രോപ്പി ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതാം കേട്ടോ. ഡി എസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഇ ക്യൂ 1 ബൈ T1 പ്ലസ് ഡി ഐ 5 ഡിവൈഡഡ് ബൈ T1 മൈനസ് സമ്മേഷൻ ഓഫ് ഐ എൻ ഐ ഡി എൻ ഐ ഡിവൈഡഡ് ബൈ T1 എന്ന് എഴുതാം. ഡി എസ് 2നെ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഇ ക്യൂ 2 മൈനസ് ഡി ഐ 5 ഇവിടെയൊക്കെ T2 ഡിവൈഡഡ് ബൈ T2 മൈനസ് സമ്മേഷൻ ഓഫ് ഐ എൻ ഐ ഡി എൻ ഐ ബൈ T2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി ടോട്ടൽ എൻട്രോപ്പി ഡി എസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഈ രണ്ട് ഇക്വേഷൻസിനെ നമുക്ക് ആഡപ്പ് ചെയ്യാം അല്ലേ. അപ്പോൾ ഡി ഇ ക്യൂ 1 ഡിവൈഡഡ് ബൈ T1 പ്ലസ് ഡി ഐ 5 ബൈ T1 മൈനസ് സമ്മേഷൻ ഓഫ് ഐ എൻ ഐ ഡി എൻ ഐ ബൈ T1 പ്ലസ് ഡി ഇ ക്യൂ 2 ഡിവൈഡഡ് ബൈ T2 മൈനസ് ഡി ഐ 5 by T2 minus summation of I n I
dni/t2 എന്നെഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഈ എന്നിന് നമുക്ക് 1 എന്ന് കൊടുക്കണം കേട്ടോ. ഓക്കെ, നമ്മളെ ഫസ്റ്റ് ഫേസിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് 1ഉം സെക്കൻഡ് ഫേസിലുള്ളതിന് 2ഉം കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് n1 പ്ലസ് n2നെ നമുക്ക് എന്തെഴുതാം? n എന്നെഴുതിക്കൂടെ? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഫസ്റ്റ് പ്ലസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലേ. അതുപോലെ തന്നെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിലോ dn1 പ്ലസ് dn2നെ നമുക്ക് എന്തെഴുതാം? dn, അതായത് ഇതൊരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ആ ഒരു ഹോൾ സിസ്റ്റത്തിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കോൺസ്റ്റൻറ്റിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 0 ആണ് വരിക അല്ലേ. ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ എഴുതുന്നുണ്ട് ഇവിടെ. dn1 പ്ലസ് dn2 എന്തായിരുന്നു? dn ഈക്വൽ ടു 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതിക്കൂടെ? dn1 ഈക്വൽ ടു മൈനസ് dn2 എന്ന് എഴുതിക്കൂടെ? എഴുതാം. ഇനി ഇതിനെ നമ്മൾ നേരത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. dn1 കാണുന്നിടത്തൊക്കെ മൈനസ് dn2 ആക്കി കൊടുക്കുകയാണ്. dn1 എവിടെ കാണുന്നത്? ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് dn2നുള്ളത് എന്താക്കി കൊടുക്കാം? പ്ലസ് dn1 ആക്കി കൊടുക്കാം. എങ്ങനെ വേണേലും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ വരും? deq1/t1 പ്ലസ് di5/t1 മൈനസ് ni/dni1/t1 പ്ലസ് deq2/t2 മൈനസ് di5/t2 പ്ലസ് നമ്മൾ മൈനസ് dni പകരം എന്ത് കൊടുത്തു? പ്ലസ് dn1 കൊടുക്കുകയാണ്. dn2ന് പകരം dn1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ dn1/t2 എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരുപോലുള്ള ടേംസിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ q ടേംസിനൊക്കെ ഒരുമിച്ച് കൊണ്ടുവരിക, i ടേംസിനെ 5 ടേംസിനെ ഒരുമിച്ച് കൊണ്ടുവരിക, n ടേംസിനെ ഒരുമിച്ച് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ deq1/t1 പ്ലസ് q എവിടെ വന്നേ? ഇവിടെ deq2/t2 പ്ലസ് ഇനി 5 ടേംസിനെ കൊണ്ടുവരാം. അപ്പോൾ di5/t1 മൈനസ് di5/t2 എന്ന് വരും. ഇനി നമുക്ക് n ടേംസിനെ ഒരുമിച്ച് കൊണ്ടുവരാം. അപ്പോൾ സമ്മേഷൻ ഓഫ് ni dni1/t1 പ്ലസ് സമ്മേഷൻ ഓഫ് i ni t1 ഡിവൈഡഡ് ബൈ t2 എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇനി നമുക്കിതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് എഴുതിക്കൂടെ? ഇതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഡിനോമിനേറ്റർ സിമിലർ അല്ല, ന്യൂമറേറ്ററും സിമിലർ അല്ല. സോ അതുപോലെ തന്നെ എഴുതാം, deq2/t2 പ്ലസ് ഈ di5നെ പുറത്തേക്ക് എടുത്തൂടെ? ബാക്കി ആരുണ്ട്? 1/t1 മൈനസ് 1/t2 ഉണ്ട് അല്ലേ. ഇനി നമുക്ക് ഇതിനെയും പുറത്തേക്ക് എടുത്തൂടെ? ഈ സമ്മേഷൻ ഓഫ് ni dniനെ പുറത്തേക്ക് എടുത്തൂടെ? അപ്പോൾ സമ്മേഷൻ ഓഫ് ni dni1 അല്ലേ. ഇനി ഞാൻ ഇവിടെ പ്ലസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. സോ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വരും? 1/t2 മൈനസ് 1/t1 എന്ന് വരും. കറക്റ്റ് ആണല്ലോ. സോറി, ഈ ഒരു എന്നിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യുക? ഉള്ളിൽ തന്നെ എഴുതാം കേട്ടോ. അപ്പോൾ ഇതിനവിടെ വേണ്ട, നമുക്കെങ്ങനെ എഴുതാം? n2 മൈനസ് n1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എൻട്രോപ്പി പ്രൊഡക്ഷൻ ആരായിരുന്നു? dis ആയിരുന്നു അല്ലേ.
അപ്പോൾ എൻട്രോപ്പി പ്രൊഡക്ഷൻ DIS ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഇത്രയും പോർഷൻ എൻട്രോപ്പി പ്രൊഡക്ഷന് സിമിലറായിട്ട് വരുന്നതല്ലേ. അതായത് നമ്മൾ DS ഈക്വൽ ടു DES പ്ലസ് DIS ആയിരുന്നു അല്ലേ. അപ്പോൾ DESന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഭാഗമാണ് ഇത്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, DISന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ DIS ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാൻ പറ്റും, DI5 ഇൻറ്റു 1/T1 മൈനസ് 1/T2 പ്ലസ് സമ്മേഷൻ ഓഫ് IDNI 1 ഇൻറ്റു N2/T2 മൈനസ് N1/T1 എന്നെഴുതാൻ പറ്റും അല്ലേ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു DT കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് വരും, DIS ഡിവൈഡഡ് ബൈ DT ഈക്വൽ ടു DI5 ഡിവൈഡഡ് ബൈ DT ഇൻറ്റു 1/T1 മൈനസ് 1/T2 പ്ലസ് സമ്മേഷൻ ഓഫ് IDNI ഡിവൈഡഡ് ബൈ DT ഇൻറ്റു N2 ഡിവൈഡഡ് ബൈ T2 മൈനസ് N1 ഡിവൈഡഡ് ബൈ T1 എന്നെഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ DS/DT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, 5 ആയിരുന്നു അല്ലേ. അപ്പോൾ 5 ഈക്വൽ ടു നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ DI5/DT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റേറ്റ് ഓഫ് എനർജി ട്രാൻസ്പോർട്ടാണ് അല്ലേ. റേറ്റ് ഓഫ് എനർജി ട്രാൻസ്പോർട്ടായിരുന്നു. ഈ എനർജി ട്രാൻസ്പോർട്ടിനുള്ള കാരണക്കാരൻ അവിടെ ആരായിരുന്നു, നമ്മൾ എനർജി എപ്പോഴും എങ്ങനെ എനർജി ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാരണം അവിടെ എന്തായിരുന്നു, നമ്മുടെ ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ആയിരുന്നു അല്ലേ, ടെമ്പറേച്ചർ ഡിഫറൻസ് ആയിരുന്നു. അപ്പോൾ 1/T1 മൈനസ് 1/T2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലേ. ഇനി അവിടെ മാറ്ററും കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതായത് സമ്മേഷൻ ഓഫ് DNI/DT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, റേറ്റ് ഓഫ് മാറ്റർ ഫ്ലോ ആണ്. ഓക്കെ, റേറ്റ് ഓഫ് മാറ്റർ ഫ്ലോ. ഈ റേറ്റ് ഓഫ് മാറ്റർ ഫ്ലോക്ക് കാരണം എന്താണ്, അവിടെയുള്ള നമ്പർ ഓഫ് മോൾസിലുള്ള ഡിഫറൻസ് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് മോൾസിലുള്ള ഡിഫറൻസ് ആണ് ഈ തന്നിട്ടുള്ളത് അല്ലേ. നമ്പർ ഓഫ് മോൾസിലുള്ള ഡിഫറൻസും പ്ലസ് അവിടെ ടെമ്പറേച്ചറിലുള്ള ചേഞ്ചും ആയിരുന്നു. അതല്ലേ ഇവിടെ തന്നിട്ടുള്ളത്, N2/T2 മൈനസ് N1/T2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസിലുള്ള ചേഞ്ചും അതുപോലെ തന്നെ ടെമ്പറേച്ചറിലുള്ള ചേഞ്ചുമാണ് അല്ലേ. ഇനി നമുക്ക് തീറ്റ ഈക്വൽ ടു, നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, എന്താണ്, തീറ്റ ഈക്വൽ ടു ഫ്ലക്സ് ഇൻറ്റു ഫോഴ്സ് ആണെന്ന് അല്ലേ. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ആ ഒരു കാര്യം ഇൻറ്റു അതിൻ്റെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ റീസണ് അല്ലേ. അപ്പോൾ ഇതും അതുപോലെ തന്നെ അല്ലേ, ഇതൊരു ഫ്ലക്സ് ആണ് അല്ലേ, ഫ്ലക്സ് ആണ്. വേറെ കളർ കൊണ്ട് എഴുതണോ, ഇതൊരു ഫ്ലക്സ് ആണ്. ഇതെന്താണ്, ആ ഫ്ലക്സ് ഉണ്ടാവാനുള്ള റീസൺ ആണ്, അപ്പോൾ ഫോഴ്സാണ്. ഇനി ഇതെന്താണ്, ഫ്ലക്സ് ആണ്. ഇതെന്തായിരുന്നു, അതുണ്ടാവാനുള്ള ഒരു റീസൺ ഫോഴ്സാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയുക, ഫ്ലക്സ് ഇൻറ്റു ഫോഴ്സ് പ്ലസ് ഫ്ലക്സ് ഇൻറ്റു ഫോഴ്സ് ആയിട്ടാണ് ഇവിടെ തീറ്റ വന്നിട്ടുള്ളത് അല്ലേ. ഫ്ലക്സ് ഇൻറ്റു ഫോഴ്സ് പ്ലസ് ഫ്ലക്സ് ഇൻറ്റു ഫോഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, സമ്മേഷൻ ഓഫ് ഫ്ലക്സ് ഇൻറ്റു ഫോഴ്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഈ ഫ്ലക്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത് J എന്ന ലെറ്റർ വെച്ചും ഫോഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത് X എന്ന ലെറ്റർ വെച്ചുമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രോപ്പി പ്രൊഡക്ഷൻ ഇൻ ആൻ ഓപ്പൺ സിസ്റ്റം. ക്ലിയർ അല്ലേ? ഇത്രയും എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം എൻട്രോപ്പി പ്രൊഡക്ഷൻ ആയിരുന്നു. എൻട്രോപ്പി പ്രൊഡക്ഷൻ ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം, എൻട്രോപ്പി പ്രൊഡക്ഷൻ ഇൻ ആൻ ഓപ്പൺ സിസ്റ്റം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് ത്രൂ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് ത്രൂ എൻ്റെ നമ്പറുള്ളവർക്ക് ഡയറക്റ്റ്ലി ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Okay then, see you in the next video.